അപ്പം കൂടുതൽ അതുകൊണ്ടായിരിക്കണം അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു അവൻ ലാസ്റ്റ് സമയങ്ങളിൽ. ഈ പണം കടബാധ്യത 2 കോടിയോളം അടുത്തൊരു കടബാധ്യത ഉണ്ടാവുന്നു. യഥാർത്ഥത്തിൽ ഈ കത്ത് പുറത്തു വിടണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴാണ് പത്മജ വിജേഷ്? ഞങ്ങൾ ഇന്നലെ അത് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാര്യം പറയാലോ, ഞങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ കണ്ടില്ല, ഞങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത സാധനം അവർ കണ്ടില്ല എന്ന് പറയുമ്പം പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും. നേരിട്ടാണ് കത്ത് കൊണ്ട് കൊടുത്തത്, അങ്ങനെയാണോ? അതെ, അവരെടുത്തും കൊണ്ടു കൊടുത്തു. IC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും ND അപ്പച്ചനും അത് കണ്ടിട്ടുണ്ട്. അവർക്കും നമ്മൾ നേരിട്ട് പോയി വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കയ്യിൽ കൊടുത്തിട്ടില്ല, പക്ഷെ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, കെ സുധാകരന്റെ സഞ്ചയനത്തിന്റെ അന്ന് വീട്ടിൽ, അതായത് 24-ാം തീയതി അല്ലേ അച്ഛൻ മരിക്കുന്നത്? 24-ാം തീയതി വിഷം കഴിക്കുന്നു, 27-ാം തീയതി മരിക്കുന്നു അല്ലേ? അതെ, അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞായിരുന്നു സഞ്ചയനം. വെള്ളിയാഴ്ച രാത്രി അച്ഛൻ മരിക്കുന്നത്. അല്ല, 7-ാമത്തെ ദിവസമായിരുന്നു സഞ്ചയനം വന്നത്. 2-ാം തീയതി ആയിരുന്നു സഞ്ചയനം വന്നത്. 2-ാം തീയതി തന്നെ IC ബാലകൃഷ്ണനും അപ്പച്ചനും നമ്മൾ നേരിട്ട് കാണിച്ചു. പിറ്റേ ദിവസം ഇവർ പോവുക ചെയ്തത്. എവിടേക്ക് പോയി? കെ സുധാകരന്റെ വീട്ടിലേക്ക് പോയി. ആദ്യം പോയത് ഓഫീസിൽ പോയി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ തിരുവനന്തപുരത്താണോ പോയത്, അതോ മറ്റ് വേറെ എവിടെയെങ്കിലും ആണോ? അല്ല, ഇവിടെ പറവൂര് പോയി. നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടോ? VD സതീശനെ നേരിട്ട് കണ്ടോ? കണ്ടു. VD സതീശനെ നേരിട്ട് കണ്ട് കത്ത് 2-ാം തീയതി കൊടുത്തോ? 3-ാം തീയതി കൊടുത്തു. പക്ഷെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ആ കത്ത് കിട്ടിയിട്ടില്ല എന്നാണല്ലോ. അവർക്ക് നിങ്ങളെ അന്ന് കറക്റ്റ് ഒരു ഇത് പറയുകയാണെങ്കിൽ അന്ന് ആ ശരത് ലാൽ കൃപേഷ് ലാലിന്റെ വിധി വന്ന ദിവസമായിരുന്നു. ആ ദിവസം പ്രതിപക്ഷ നേതാവിനെ കണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ കത്ത് താങ്കൾ കൊടുത്തു. ഈ കത്ത് തുറന്നു നോക്കിയോ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? കൊടുത്തു. കത്ത് തുറന്നു നോക്കി വായിക്കുകയും ചെയ്തു. 10-15 മിനിറ്റ് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. കാര്യങ്ങൾ ചോദിച്ചോ ഒന്ന് VD സതീശൻ താങ്കളോട്? അപ്പം ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇതിൽ നിന്ന് വന്ന ഇതെനിക്ക് അങ്ങ് ദഹിച്ചില്ല. കാരണം കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത്. അത് അവർക്ക് ഈ പാർട്ടിയും ഈ പ്രവർത്തനമൊന്നും അല്ല, അവർക്ക് ഇതൊന്നും ഇതിൻ്റെ ഇതല്ലേ എന്ന് എനിക്ക് അല്ല എന്ന് മനസ്സിലായി. കാരണം അവർ എന്നോട് പ്രതികരിച്ചത് ആ രീതിയിലാണ്. എന്താ പറഞ്ഞത് VD സതീശൻ താങ്കളോട്? താങ്കൾ പാർട്ടിക്ക് വേണ്ടി വ്യക്തികളാണെന്ന് 50 വർഷത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച, ആ പാർട്ടിയിൽ നിന്ന് മാറാതിരുന്ന, ഒടുവിലും മരണം കൊണ്ടുപോലും പാർട്ടിക്ക് കളങ്കമേൽപ്പിക്കരുതെന്ന് വിചാരിച്ച DCC ട്രഷറർ NM വിജയന്റെ മകനാണ് താങ്കൾ. ആ പരിഗണന തന്നതേയില്ല. ഒരു പരിഗണന എനിക്ക് കിട്ടിയില്ല. എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? ഒരു പരിഗണനയും തന്നിട്ടില്ല. ഈ കത്തിൽ പറഞ്ഞേക്കുന്ന വ്യക്തികളാണ്. എന്താ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. വ്യക്തികളാണ് ഇത് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്ന രീതിയിൽ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നീതി കിട്ടില്ല എന്ന് തോന്നി. എല്ലാ കാര്യങ്ങളും തോന്നി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. താൻ ഇറങ്ങുമ്പോഴും നോക്കട്ടെയെന്നോ ഹയർ ഒഫീഷ്യൽസ് മാത്രമേ അവർക്ക് അന്വേഷിക്കാമെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഇത് അപ്പോൾ ആദ്യം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എന്നിട്ട് പോരുന്നതിന് മുമ്പേ പറഞ്ഞു നമുക്ക് നോക്കട്ടെ എന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് അറിയുന്നത്. ഓക്കെ പത്മജ, അതിനുശേഷം കെ സുധാകരന്റെ വീട്ടിൽ പോകുന്നത് എപ്പോഴാണ്? അതിന് തൊട്ടടുത്ത ദിവസം 4-ാം തീയതി, തൊട്ട് പിറ്റേ ദിവസം. എവിടെയാണ് പോയത്? വീട്ടിലാണോ, കണ്ണൂരാണോ പോയത്? കണ്ണൂരാണ് പോയത്. അവിടെ ആരുണ്ടായിരുന്നു ആ സമയത്ത്? സുധാകരൻ സുഖമല്ലാണ്ട് കിടക്കായിരുന്നു. അങ്ങനത്തെ അസുഖമായിട്ട് ചുമയും എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം അവിടെ കാത്തിരുന്നിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സുധാകരനെ കണ്ടോ? കണ്ടു.
നേരിട്ട് കണ്ടാണോ കത്ത് കൊടുത്തത്? നേരിട്ട് കണ്ടാവത്ത്. ആ കത്ത് തുറന്ന് നോക്കുകയോ ഈ കത്തിലെ ഉള്ളടക്കം KPCC പ്രസിഡന്റിനെ വായിച്ച് കേൾപ്പിക്കുകയോ പറയുകയോ ചെയ്തോ? അദ്ദേഹം തന്നെ കുറേ നോക്കി. അപ്പോൾ കത്തിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ട് കുറേ പേജുകളുള്ളതുകൊണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്തു. ഇത് ഭയങ്കര കുറേ ഇതുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടാണ് ലാസ്റ്റ് അതിന് സമ്മറി വായിക്കുകയും ചെയ്തു. വായിച്ചതാണെൻ്റെ അറിവ്. എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്തത്. ഒരു നിമിഷം വിജേഷ്, ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഒന്ന് കേൾക്കൂ. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കുക. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും. ഒന്നുകൂടി നമുക്കത് കേൾക്കാം. ഒന്നുകൂടി അത് പ്ലേ ചെയ്യൂ. എനിക്കൊരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്ത് അവിടെ വീട്ടിൽ കിടക്കുകയാണ്. ഞാൻ കത്ത് തുറന്നു നോക്കിയില്ല. അതിനകത്ത് എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. പോയി വന്ന് കത്ത് വായിച്ചതിന് ശേഷം അറിയിക്കുക. ഉറപ്പായിട്ട് KPCC ഇടപെടേണ്ടതാണ് ആ വിഷയമെങ്കിൽ നിശ്ചയമായും ഇടപെട്ടിരിക്കും. ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും പാർട്ടിയുടെ വിരുദ്ധ നടപടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും, അതേക്കുറിച്ചുള്ള നടപടിയും ഉണ്ടാവും. ശ്രീ വിജേഷ്, അദ്ദേഹം പറയുന്നത് ആ കത്ത് തുറന്നു നോക്കിയിട്ടില്ല, ആ കത്തിൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. പക്ഷേ ആ കത്ത് അദ്ദേഹം തന്നെ തുറന്നു നോക്കി, വായിച്ചു. പേജ് അധികമായതുകൊണ്ട് മുഴുവൻ പൂർത്തിയാക്കിയില്ല. താങ്കൾ പറഞ്ഞു അതിന്റെ കണ്ടന്റ് എന്താണ്, ഉള്ളടക്കം എന്താണെന്നല്ലേ? അത് കണ്ടന്റ് അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് 3-4 പേജ് എഴുതിയതിന്റെ ലാസ്റ്റ് 1/2 ആയിട്ട് അച്ഛൻ അതിന്റെ ഉള്ളടക്കം എഴുതിയിട്ടുണ്ട്. അതാണ് അവർ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്.